11 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിൽ വിരാമം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ദില്ലിയിൽ എ.ഐ.സി.സി വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. It has been decided that Shri V.D. Satishan be appointed as the leader of the CLP. എ.ഐ.സി.സി നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്, അജയ് മാക്കാൻ, കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നിരയിൽ സതീശൻ നടത്തിയ സമാനതകളില്ലാത്ത പോരാട്ടവും പാർട്ടി പ്രവർത്തകർക്കിടയിലെ വലിയ സ്വീകാര്യതയുമാണ് അദ്ദേഹത്തിന് തുണയായത്. ഭരണത്തുടർച്ചയുടെ 2ാം മുഴം പൂർത്തിയാക്കിയ എൽ.ഡി.എഫിന് തിരിച്ചടി നൽകി കേരളത്തിൽ യു.ഡി.എഫ് അധികാരത്തിലേറുമ്പോൾ ആ വിജയത്തിന്റെ ശില്പിയായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ ദിനം മുതൽ ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ഹൈക്കമാൻഡ് ചർച്ചകൾക്കും ഒടുവിലാണ് യു.ഡി.എഫിനെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷം സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും നയപരമായ വീഴ്ചകളും വസ്തുതകൾ നിരത്തി നേരിട്ട സതീശന്റെ ശൈലി ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന സതീശൻ താൻ കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ്. 1964 മെയ് 31 നെട്ടൂരിൽ വടശ്ശേരി ദാമോദരന്റെയും പി വിലാസിനിയമ്മയുടെയും മകനായി ജനിച്ചു. നെട്ടൂർ യു.പി. സ്കൂൾ, പനങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനം. തേവര സേക്രഡ് ഹാർട്ട് കോളേജിലും തിരുവനന്തപുരം ലോ കോളേജിലുമായി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എം.ജി. സർവകലാശാല യൂണിയൻ ചെയർമാൻ, NSU ദേശീയ സെക്രട്ടറി, എ.ഐ.സി.സി സെക്രട്ടറി, കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1996 നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും തോൽവിയിൽ തളരാതെ പോരാടിയ സതീശൻ 2001 പറവൂർ മണ്ഡലത്തിൽ നിന്നും കന്നി വിജയം നേടി. പിന്നീട് നടന്ന 5 തിരഞ്ഞെടുപ്പുകളിലും പറവൂർ മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടില്ല. 2021 രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായി. വെറും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം കൃത്യമായ ഡാറ്റയും രേഖകളും സഹിതം നിയമസഭയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.